നമുക്കിന്ന് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് കൊണ്ടാട്ടം ഉണ്ടാക്കാം. പാവയ്ക്ക കൊണ്ടാട്ടം. ആദ്യം അതിനെ മുറിച്ച് അതിനകത്തെ വിത്ത് കളഞ്ഞ് റൗണ്ടിന് അരിഞ്ഞെടുക്കാം. നമുക്കപ്പോൾ ആദ്യം അത് വൃത്തിയാക്കിയിട്ട് വരാം. നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ സൈസിന് വേണം അരിഞ്ഞെടുക്കാൻ. അതിൻ്റെ കൂടെ ഇടാനുള്ളത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, നമ്മളതിൽ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് കൈകൊണ്ട് ഞവടി അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. ഇനി നമുക്ക് പാൻ വെച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം. മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ മൊരിയണം. നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ട്. ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇത് മൂത്തിട്ടുണ്ടെന്ന്. അങ്ങനെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് തൈര് വീഴ്ത്താം. കുറച്ച് തൈര് വീഴ്ത്താം. പാകത്തിന് തൈര് വീഴ്ത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പ് ചേർത്താൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. നമുക്കിനി കുറച്ച് കടുവും കൂടെ വറുത്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി കടുക് വറുക്കാം. കുറച്ച് എണ്ണ കുറച്ച് മതി. കുറച്ച് കറിവേപ്പില നേരത്തെ നമ്മൾ ചേർത്തത് കൊണ്ട് കറിവേപ്പില വേണ്ട. ഇതിനകത്തുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഒരു 2-3 ദിവസം പുറത്തിരുന്നാലും ഒന്നും ചെയ്യില്ല. വളരെ ടേസ്റ്റാണ്. പാവയ്ക്ക കൊണ്ടാട്ടം കയ്പ്പുണ്ടാവത്തില്ല. കയ്പ്പ് നമ്മൾ മുരിച്ചെടുത്തത് കൊണ്ട് കയ്പ്പൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം.